എന്താണ് വ്രതം, എന്താണ് നോമ്പ്? അസ്സൗമു ജുന്ന. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൻസ് ആണ്, ഒരു പ്രതിരോധമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരു അവിവേകം പോലും വേറൊരാൾക്ക് വരാൻ പാടില്ല. ഹദീസിലെ നബിവചനമില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, വേറൊരാളെ ഗീബത്തും നമീമത്തും പരദൂഷണമൊക്കെ പറയുകയാണെങ്കിൽ അയാളുടെ നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല, വെറും പട്ടിണ കിടക്കലും ദാഹം സഹിക്കലും മാത്രമേ അയാളിൽ നിന്നുള്ളൂ, അയാളുടെ നോമ്പിന് പ്രതിഫലമില്ല എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്ത്? മനസ്സിൽ നിന്ന് എവിടെയോ ചില സാധനങ്ങൾ ഒലിച്ചു പോകണം. ചേർന്നു നിൽക്കലിന്റെ, പാരസ്പര്യത്തിന്റെ, സ്നേഹത്തിന്റെ, കരുണയുടെ മനസ്സ് രൂപപ്പെടുത്തി കൊണ്ടുവരണം. ഇതാണ് ഇസ്ലാമിന്റെ സന്ദേശം. പാവങ്ങളെ നന്നായി സ്നേഹിക്കണം, പാവങ്ങളോട് നല്ല അടുപ്പവും ഉണ്ടാവണം. പാവങ്ങളെ സ്നേഹിക്കുന്നത് ഖൽബ് നന്നാവാനുള്ള വഴിയാണ്. പാവങ്ങളെ പരിഗണിക്കാത്തവന്റെ ഇബാദത്ത് ആഖിറത്തിൽ എന്തായിരിക്കും? സക്കാത്ത് കൊടുക്കാത്തവന്റെ നിസ്കാരം സ്വീകരിക്കുന്നതല്ല. കണ്ടോകള്, ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പാവങ്ങളെ നമ്മൾ നന്നായി പരിഗണിക്കണം. ഈ വിഷയത്തിൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾക്ക് ഒരു കിതാബുണ്ട്. അതിൽ പറയുന്നതാണ്, പാവങ്ങളെ പരിഗണിക്കുന്നവരുടെ കൽബ് ശുദ്ധിയുള്ള കൽബായിരിക്കും. എന്തുകൊണ്ട്? പാവങ്ങളെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് തിരിച്ചൊന്നും കിട്ടാനല്ല സ്നേഹിക്കുന്നത്, നമുക്ക് തന്നെ അറിയാലോ. കാരണം എന്തുകൊണ്ട്? പാവത്തിന്റെ അടുത്ത് എന്തുണ്ടല്ലോ, അധികാരമില്ല, സമ്പത്തുമില്ല, ഒന്നുമില്ല. പാവങ്ങളെ നന്നായി സ്നേഹിക്കണം. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേരന്നെ അബുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉപ്പാന്നാണ്. സൈനബ് റളിയല്ലാഹു അൻഹയുടെ പേര് ഉമ്മുൽ മസാക്കീൻ, പാവങ്ങളുടെ ഉമ്മാന്നാണ്. നമ്മളൊക്കെ പാവങ്ങൾ. ജ്യേഷ്ഠൻ അനുജനോട് കാണിക്കേണ്ട പരിഗണന എന്താ? ഈ വിഷയത്തിൽ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്, അസ്നൽ മത്വാലിബ് ഫീ സിലത്തിൽ അർഹാമി വൽ അഖാരിബ്, പ്രൗഢമായ ഗ്രന്ഥം. അതിൽ കാണാം, ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന അതേ സ്നേഹം ഏട്ടൻ അനുജന്മാരോട് കാണിക്കണം. അനുജൻ ഒരു ഷോപ്പ് കൊടുക്കുന്നുണ്ട്, അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അനുജൻ എന്തോ കടം കൊണ്ട് കുടുങ്ങി, അപ്പൊ നമ്മൾ സഹായിക്കണം. എന്നോട് പറഞ്ഞല്ലോ തുടങ്ങുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. അനുജന്റെ കല്യാണ സമയത്ത് നമ്മൾ സഹായിക്കണം. ഉപ്പ മക്കളെ സ്നേഹിക്കുന്ന ആ സ്നേഹം ജ്യേഷ്ഠൻ അനുജന്മാരെ സ്നേഹിക്കണം. എന്നിട്ട് ഇബ്നു ഹജർ വിശദീകരിച്ച് പറയാ, നിനക്ക് എന്ത് ഗുണം ഹൈ ലെവലിൽ ഉണ്ടെങ്കിലും ശരി, നീ നാട്ടിൽ വലിയ സംഭവമായിരിക്കും, പക്ഷെ നീ അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാവണം. അതാണ്. തിരക്ക് പിടിച്ചിട്ട് ഒരാള് ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ മൊബൈലിൽ വല്ല തെറ്റും ചെയ്യോ? ജുമാ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോകുന്ന ഒരാള് അതിൻ്റെ ഇടയിൽ വല്ല ഹറാമും കാണാൻ നോക്കോ? ഇല്ല. എന്തുകൊണ്ട്? ഫ്രീ ടൈമാണ് മനുഷ്യനെ തെറ്റിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നമുക്ക് ഫ്രീ ടൈം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് തെറ്റില്ലാത്തൊരു ജീവിതത്തിന്, ധാർമ്മികമായ ഒരു ജീവിതത്തിന് നാം സ്വീകരിക്കേണ്ട വഴി.